സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിച്ച സർക്കാർ ഉത്തരവ് ഇന്നിറങ്ങും. ആരോഗ്യ തൊഴിൽ ധനവകുപ്പ് ഉദ്യോഗസ്ഥർ അടങ്ങുന്നതാകും കമ്മിറ്റി. ഒറ്റക്കെട്ടായി ആശാവർക്കർമാരുടെ സംഘടനകൾ സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്തതോടെ SUCയുടെ സമരം വീണ്ടും ഒറ്റപ്പെടുകയാണ്. എന്ത് നിലപാടെടുക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് അവർ. വിജിൻ തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. അതായത് ആശമാരുടെ സമരത്തെക്കുറിച്ച് പഠിക്കാൻ, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുകയാണ് സർക്കാർ. അതിനെ ട്രേഡ് യൂണിയനുകളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഭരണപ്രതിപക്ഷ ഭേദമില്ലാതെ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ CITU, INTUC, BMS ഒക്കെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ ഈ SUCI കൂടുതൽ ഒറ്റപ്പെടുകയാണോ? ഇനി എങ്ങനെ ആ സമരത്തിനെ ലീഡ് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം എന്ന പ്രശ്നമാണോ ഇപ്പോൾ അവരുടെ മുൻപിലേക്ക് വരുന്നത്? മനു, തീർച്ചയായും ഇന്നലെ മന്ത്രി വീണ ജോർജ് വിളിച്ചു ചേർത്ത യോഗം ട്രേഡ് യൂണിയനുകളും ഒപ്പം തന്നെ ആശാവർക്കർമാരുടെ സംഘടനകൾ, അതിൻ്റെ നേതാക്കളും ഉൾപ്പെടെയുള്ളവരാണ് പങ്കെടുത്തത്. അതിൽ ഈ SUC നേതൃത്വത്തിലുള്ള സമരം നടത്തുന്ന ആളുകളും പങ്കെടുത്തിരുന്നു. അതിലാണ് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമായി ഈ വിഷയങ്ങൾ പലതുമുണ്ട്. അതായത് ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അവർക്ക് ഓണറേറിയം വർധന മാത്രമല്ല, ഇൻസെൻറ്റീവ് വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഇൻഷുറൻസ് പരിരക്ഷ നടപ്പിലാക്കണം. ഒപ്പം ഈ ഇതിന് കാലാവധി, തൊഴിൽ കാലാവധി കഴിയുന്നത് 62 വയസ്സിൽ നിന്ന് 65 ഉയർത്തണം. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് നിലവിൽ ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങൾ പൂർണ്ണമായും പഠിക്കാൻ പ്രത്യേകമായി എടുത്തു കാണേണ്ടത് ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉള്ള വിഷയം പഠിക്കാൻ ഉന്നതരായ ആരോഗ്യവകുപ്പിലെ ഉന്നതനായ IAS ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ, ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനും ഒപ്പം തന്നെ തൊഴിൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെയും വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കാം എന്നുള്ള ഉറപ്പ് നിർദ്ദേശമാണ് വീണ ജോർജ് മുന്നോട്ട് വെച്ചത്. അതിനുശേഷം ട്രേഡ് യൂണിയനുകൾ പ്രത്യേകമായി മന്ത്രിയുടെ ഓഫീസിൽ യോഗം ചേർന്നു. അതിലാണ് ഇക്കാര്യത്തിൽ ഒരു കാലപരിധി, സമയപരിധി നിശ്ചയിക്കണം എന്ന നിർദ്ദേശം തിരിച്ച് ട്രേഡ് യൂണിയനുകൾ മന്ത്രിക്ക് മുന്നിൽ വെച്ചത്. മന്ത്രി അത് അംഗീകരിച്ച് 3 മാസത്തിനുള്ളിൽ ഇക്കാര്യം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകാം, അത് ഇന്ന് തന്നെ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് ഉൾപ്പെടെ നിശ്ചയിച്ചുകൊണ്ട് ഇക്കാര്യത്തിലുള്ള കമ്മിറ്റിയെ രൂപീകരിക്കാം എന്ന നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വെച്ചു. ധനമന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പാർട്ടി കോൺഗ്രസിനിടയിലാണ് ആശാവർക്കർമാരുടെ വിഷയം ചർച്ച ചെയ്യാനുള്ള യോഗത്തിൽ ധനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തത്. ഇങ്ങനെ കൃത്യമായ നിലപാടുകൾ സർക്കാർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കാനുണ്ട്. അത് ലഭിച്ചതിന് ശേഷം തീരുമാനമെടുക്കാം. ഒപ്പം തന്നെ ഇൻസെൻറ്റീവ് വർധന നടപ്പിലാക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് എന്ന കാര്യമൊക്കെ വ്യക്തമാക്കുകയായിരുന്നു സർക്കാർ ചെയ്തത്. പക്ഷേ അതിൽ നിന്ന് ഒരു പടി കൂടി കടന്നാണ് നിലവിൽ ഒരു കമ്മിറ്റിയെ കൂടി വെച്ച് ഇക്കാര്യത്തിലുള്ള പഠനം നടത്താം എന്ന കാര്യത്തിലേക്ക് സർക്കാർ പോകുന്നത്. എന്തായാലും ഇത് ഇന്നലെ നടന്ന യോഗത്തിലും മന്ത്രി ഉറപ്പ് നൽകിയത് ഓണറേറിയം വർധനവ ഉണ്ടാകും എന്നുള്ളതാണ്. അത് ധനമന്ത്രിയാണ് വ്യക്തമാക്കിയത്. ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അത് വർദ്ധിപ്പിക്കും എന്ന ഉറപ്പും ഇന്നലത്തെ യോഗത്തിൽ നൽകുകയും ചെയ്തു. പക്ഷേ അക്കാര്യങ്ങൾ ഒന്നും മുഖവിലേക്കെടുക്കാതെയാണ് നിലവിൽ SUC നേതൃത്വം വീണ്ടും ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ സമരം ചെയ്യുന്ന ആളുകളുമായി കൂടി ആലോചിച്ച് നിലപാട് അറിയിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങിയത്. അങ്ങനെ തന്നെയാണ് ആദ്യം തന്നെ പുറത്തേക്കിറങ്ങിയ CIT നേതാവ് KS സുനിൽകുമാർ വ്യക്തമാക്കുകയും ചെയ്തത്. നമുക്ക് യോഗ വിവരങ്ങൾ നമ്മൾ ആ വിവരങ്ങൾ എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തത്. പക്ഷേ പുറത്തെത്തി പൊടുന്നനെ ഈ ആശാവർക്കർമാരുടെ നേതാക്കൾ പറഞ്ഞത് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മന്ത്രി മറ്റൊരു വാഗ്ദാനവും തങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ തരത്തിലുള്ള പ്രകോപനപരമായ ഒരു സംസാരമായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നടത്തിയത്. അതിനുശേഷം പെട്ടെന്ന് റോഡ് ഉപരോധത്തിലേക്ക് ഒക്കെ പോയി ഒരു പ്രകോപനത്തിലേക്ക് വീണ്ടും പോകുന്നു. പക്ഷേ INTUC, CIT ഒപ്പം തന്നെ STU നേതാക്കൾ ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ വ്യക്തമാക്കിയത് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലെ നിലപാട് പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. 3 മാസത്തിനിടയിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആ നേതാക്കൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പക്ഷേ ഈ നേതാക്കൾ തന്നെ INTUC ഒപ്പം തന്നെ CITU, AITUC, STU നേതാക്കൾ വ്യക്തമാക്കിയത് ആശാവർക്കർമാർ, നിലവിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ, അവർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവർ അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെ ആശാവർക്കർമാരുടെ ഈ SUCI നേതൃത്വം അവർ സമരവുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങൾ വീണ്ടും എടുക്കുകയും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന നിലപാടിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇനി എങ്ങനെ സമരം അവസാനിപ്പിക്കും എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു കാണേണ്ടത്. സർക്കാരിന് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും അവസാന പടി എന്നുള്ള നിലയിൽ വിഷയം പഠിക്കാൻ സ്വാഭാവികമായും സാങ്കേതികമായി അതിനുള്ള നടപടിക്രമമുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയം പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്ന നിലയിലേക്ക് പോലും സർക്കാർ എത്തിച്ചേർന്നു. അത്രയും അനുഭാവപൂർണ്ണമായ നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ ഇനി എന്ത് തരത്തിലുള്ള നിലപാടിലേക്ക് എത്തിയാൽ
വൈകിയാലാണ് ഈ ആശാവർക്കർമാർ SUC നേതൃത്വത്തിൽ നടത്തുന്ന സമരം അത് അവസാനിപ്പിക്കുക എന്നുള്ള ആശയക്കുഴപ്പം നിലവിൽ ആശാവർക്കർമാർക്ക് തന്നെയുണ്ട്. നിലവിൽ നമുക്കറിയാൻ കഴിഞ്ഞ വിഷയം എന്ന് പറയുന്നത് ആശാവർക്കർമാരിൽ SUC നേതൃത്വത്തിൽ വന്ന ആളുകൾ, ചർച്ചയ്ക്കെത്തിയ ആളുകളിൽ പലർക്കും ഇക്കാര്യത്തിൽ ഈ സമരം നിലവിൽ സർക്കാർ നൽകിയ ഉറപ്പോടെ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ചില ആളുകൾ നിലവിൽ SUC നേതൃത്വത്തിലുള്ള ഇപ്പോൾ സമരത്തിൻ്റെ മുൻപന്തിയിൽ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വനിതാ നേതാക്കൾ അവർ പക്ഷേ ഇതിൽ പിടിവാശി തുടരുകയായിരുന്നു ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും വ്യക്തമാണത്. അത് പിടിവാശിക്കപ്പുറത്തേക്ക് അത് കൃത്യമായ രാഷ്ട്രീയമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത്. വിജയൻ, അതിൽ പിടിവാശിയൊന്നുമില്ല, അതിനപ്പുറത്തേക്ക് കൃത്യമായ രാഷ്ട്രീയമാണ്. അത് വളരെ വ്യക്തമല്ലേ? കാരണം കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കേണ്ട ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിനോട്ട് മുന്നിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ പുറകിലെ രാഷ്ട്രീയമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ കുറേ മാധ്യമങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ BJP നേതാക്കൾക്കൊക്കെ വളരെ ഫ്രീ ആയിട്ട് അവിടെ പോയി അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ അതിന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന്. അവർ ഇപ്പോൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ചിരിക്കുന്ന ആ ചോദ്യങ്ങൾ അവർ ചോദിക്കേണ്ടത് ആരോടാണ്? അവിടെ എത്തിയ സുരേഷ് ഗോപി അടക്കമുള്ള കേന്ദ്രമന്ത്രിമാരോട്, സുരേന്ദ്രൻ അടക്കമുള്ള BJP നേതാക്കളോടൊക്കെ ആയിരുന്നില്ലേ? അത് ചോദിച്ചില്ലല്ലോ. അപ്പോൾ SUCIയുടെ ആ സമരത്തിൻ്റെ ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമാണ്. അതിപ്പോൾ സർക്കാർ എന്ത് കമ്മിറ്റിയെ രൂപീകരിച്ചാലും അവർ അംഗീകരിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ആ സമരത്തിൻ്റെ സത്യസന്ധത ഇല്ലാതായിരിക്കുന്നുവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. രാജ്യമെമ്പാടും സമരം ചെയ്യുന്ന 1 കോടിയോളം വരുന്ന ആശാവർക്കർമാരുടെ ആവശ്യങ്ങളെ ഒറ്റിക്കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ SUCI ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വേദനയോടെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഏതായാലും ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സർക്കാർ മുന്നോട്ട് വെച്ച നിലപാട് യൂണിയനുകൾ അംഗീകരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ചർച്ചയുടെ ബാക്കി പത്രം. അതാണ് വിജിൻ സമഗ്രമായി നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.